ഹലോ, മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു വിശ്വസിക്കുന്നു. എന്താഗ്രഹത്തോടു കൂടിയാണ് നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്? സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹമെല്ലാം സാധിച്ചു തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. നമുക്ക് നോക്കാം, ഈ റീഡിംഗ് എപ്പോഴാണോ കേൾക്കുന്നത് ആ കേൾക്കുന്ന സമയം മുതൽ ഒരു മാസത്തിനകം എൻ്റെ വ്യൂസിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. എന്ത് മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്? ഓക്കെ, നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരണമെന്ന് പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക. താങ്ക് യു യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തി ഓരോ വ്യക്തികളും, ഇത് കാണുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും വന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ ജീവിതത്തിൽ ഒരു മാസത്തിനുള്ളിൽ, ഈ റീഡിങ് കാണുന്ന ഒരു മാസത്തിനുള്ളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? താങ്ക് യു. ആഘോഷമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നത്. ഈ ഒരു കാർഡ് യൂണിവേഴ്സായിട്ട് തനിയെ വന്നതാണ്. ഞാൻ എടുത്ത കാർഡല്ല, തനിയെ വന്ന കാർഡാണ്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു, ഹീലിംഗ് സംഭവിക്കുന്നു. ഈ ഒരു മാസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഹീലിംഗ് സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ഇതാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ആദ്യം വന്നിരിക്കുന്ന കാർഡെന്ന് പറയുന്നത് ഒരു 3 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. വ്യൂസിൻ്റെ ലൈഫിൽ ഒരു സെലിബ്രേഷൻ ഒരു മാസത്തിനുള്ളിൽ വന്നു ചേരാൻ പോകുന്നു. എന്തിനെ പ്രതിയാണ് ഇവിടെ സെലിബ്രേഷൻ വന്നു ചേരുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഒരു മാസത്തിനുള്ളിൽ എൻ്റെ വ്യൂസിൻ്റെ ലൈഫിൽ എന്ത് സെലിബ്രേഷനാണ് വന്നു ചേരുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് വിഷയത്തിലാണോ നിങ്ങൾ ഒരുപാട് ഡിപ്രഷൻ അടിച്ചിരിക്കുന്നത്, എന്ത് വിഷയത്തിലാണെങ്കിലും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഏത് വിഷയത്തിലാണോ ഡിപ്രഷൻ അടിച്ച് വളരെ വേദനയോടുകൂടി രാത്രി ഉറക്കമില്ലാതെ നിങ്ങൾ മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ പോലും വയ്യാത്ത അവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന ആ ഒരു കാര്യത്തിനാണ് നിങ്ങളുടെ ലൈഫിലേക്ക് സെലിബ്രേഷൻ വന്നു ചേരാൻ പോകുന്നത്. ഓക്കെ, ഇതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ ചില വ്യക്തികളുമായിട്ട് അകലങ്ങളിലാണോ? നിങ്ങൾ കുറേ നാളായിട്ട് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന വ്യക്തികളിൽ നിന്നും നിങ്ങൾ മാനസികമായി ദൂരെയാണെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളെ ചേർത്ത് കൊണ്ടുവരാൻ പോകുന്നു എന്നുള്ള ഒരു എനർജിയാണ് വരുന്നത്. നിങ്ങൾക്ക് ജോലി സംബന്ധമായിട്ട് നിങ്ങൾ കുറേ നാളായിട്ട് ചില കാര്യങ്ങൾക്ക് വിഷമത്തിലാണ് എങ്കിൽ ആ ജോലി നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, ആ സെലിബ്രേഷൻ നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ വിദേശത്തേക്ക് കടന്നു പോകുന്ന കാര്യത്തെക്കുറിച്ചാണ് നിങ്ങൾ വിഷമിക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു മാസത്തിനുള്ളിൽ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ്. സ്റ്റേബിൾ ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് വരാൻ പോകുന്നത്. സാമ്പത്തികവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ വിഷമിക്കുന്നു എങ്കിൽ അതിൽ നിങ്ങൾക്കൊരു ഹീലിംഗ് സംഭവിക്കുന്നു എന്നുള്ളതാണ്. സെലിബ്രേഷൻ നിങ്ങളെ തേടി എത്തുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെ വന്നിരിക്കുന്നു. ഓക്കെ, അടുത്തത് വന്നിരിക്കുന്നത് 10 ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഗ്രോത്തിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് മുഴുവനും നിങ്ങൾക്ക് ബേർഡനായി തീർന്നിട്ടുണ്ടെങ്കിൽ അതിലൊരു മാറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നു. സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. മജീഷ്യനാണ്, നിങ്ങൾ ആഗ്രഹിച്ച എല്ലാ കാര്യവും വന്നു ചേരുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ബേർഡൻ അനുഭവിക്കുന്നത് നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ, നിങ്ങൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടി നിങ്ങൾ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അത് മുഴുവനും നിങ്ങൾക്ക് ഗ്രോത്ത് സംഭവിക്കാതെ ഒരുപാട് ബേർഡൻ സംഭവിച്ച് നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിൽ കൂടി നിങ്ങൾ കടന്നു പോകുന്നതിൽ നിങ്ങൾക്ക് സാമ്പത്തികം നിങ്ങളെ തേടി എത്തുന്നു എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ അടഞ്ഞിരുന്ന പല സാമ്പത്തികങ്ങളും നിങ്ങളിലേക്ക് ഓപ്പൺ ആകുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, വിദേശത്തേക്ക് യാത്ര കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ചില റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഒരുപാട് ബേർഡൻ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കപ്പിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു ബേർഡനിൽ നിന്നും നിങ്ങൾക്ക് അത്ഭുതകരമായിട്ടുള്ളൊരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ വന്നു ചേരുന്നു. നിങ്ങൾ മാനസികമായി തളർന്നിരിക്കുന്ന ഒരു എനർജിയിലായിരുന്നു എങ്കിൽ സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മാനസിക ധൈര്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ള ഒരു എനർജി വന്നിരിക്കുന്നു. സാമ്പത്തികപരമായിട്ടാണ് ഇവിടെ കൂടുതലായിട്ടും വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ട് ഉയർച്ച വന്നു ചേരാൻ പോകുന്നു. നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഏത് സിറ്റുവേഷൻ ആണെങ്കിലും അതെല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. നിങ്ങളെ സഹായിക്കാൻ, നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ യൂണിവേഴ്സിൻ്റെ എനർജി ഉള്ളതായി കാണുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഒരു മാസത്തിനുള്ളിലാണ് ഇത് സംഭവിക്കുന്നത്. ഏറ്റെടുക്കുന്നവർക്ക് മാത്രമാണ് ഇത് ലഭിക്കുന്നത്.
നിങ്ങൾക്ക് മറ്റൊന്നും മാറ്റം വരുത്താൻ പറ്റില്ല. നിങ്ങൾക്ക് ആകെ മാറ്റം വരുത്താൻ പറ്റുന്നത് ഇന്നത്തെ അവസരം ഞാൻ പാഴാക്കില്ല. ഇന്നൊരു ദിവസം ഞാൻ വെറുതെ ഇന്നത്തെ ദിവസത്തെ തള്ളിക്കളയില്ല. ഇന്നത്തെ ദിവസത്തിന് ഞാൻ എന്തെങ്കിലും ഒരു പ്രസൻറ്റേഷൻ ചെയ്യും എന്നുള്ളത്. ഞാൻ കാരണം ഒരു വ്യക്തിയുടെ മനസ്സിലെങ്കിലും സന്തോഷമുണ്ടാക്കും, ഞാൻ സന്തോഷിക്കും എന്നുള്ളത് നിങ്ങൾ തീരുമാനമെടുക്കുക. ഒരു ദിവസം പോലും നമുക്ക് വെറുതെ കളയാനുള്ളതല്ല എന്ന് മനസ്സിലാക്കാം. ഓക്കെ, നമ്മുടെ ഓരോ നിമിഷവും വിലപിടിച്ചതാണ്. നമുക്ക് തന്നിരിക്കുന്ന ഈ ജീവൻ വിലപിടിച്ചതാണെന്ന് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാം. ഇവിടെ അനുഗ്രഹത്തിൻ്റെ ഒരു ഒഴുക്ക് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നത്. അനുഗ്രഹത്തിൻ്റെ ഒഴുക്കാണ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നത്. പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. നിങ്ങൾ കാത്തിരുന്നത് എന്താണോ ആ ഇവിടെയും വന്നിരിക്കുന്നു 7 ഓഫ് പെൻറ്റിക്കിൾ. നിങ്ങൾ കാത്തിരുന്ന ചില സാമ്പത്തികമായിരിക്കാം, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിരിക്കാം, നിങ്ങളുടെ ജോലി ആയിരിക്കാം. കാത്തിരുന്നത് നിങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ജീവിതത്തിലേക്ക് നിങ്ങൾ കാത്തിരുന്ന പല കാര്യങ്ങളും നിങ്ങളെ സംബന്ധിച്ചിട്ട്, ഇത് കാണുന്ന ഓരോ വ്യക്തികളെ സംബന്ധിച്ചിട്ടാണ്. നിങ്ങൾ ജോലിക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ കാത്തിരുന്നത്? ആ ജോലി നിങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. നിങ്ങൾ സാമ്പത്തികത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ കാത്തിരുന്നത്? അത് നിങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. നിങ്ങളുടെ ജോലിയിൽ ഉയർച്ച ലഭിക്കുന്നതിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതിനോ, നിങ്ങളുടെ പേഴ്സൻ്റെ ഓർമ്മയിലാണോ നിങ്ങൾ ഇത്രയും നാൾ കാത്തിരിക്കുന്നത്? ആ വ്യക്തിയുടെ കോളും മെസ്സേജ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. ഒരു വിവാഹത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ കാത്തിരിക്കുന്നത്? ആ വിവാഹം നിങ്ങളിലേക്ക്, നിങ്ങൾ വിചാരിക്കുന്ന, നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുമായിട്ടൊരു വിവാഹം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ കാത്തിരുന്നതിൻ്റെ അവസാനം വന്നിരിക്കുന്നു. സെലിബ്രേഷൻ നിങ്ങളിലേക്ക് കടന്നു വരുന്നു. നിങ്ങൾ കാത്തിരുന്ന കാര്യത്തിൽ സെലിബ്രേഷൻ വരുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെ വന്നിരിക്കുന്നു. ഓക്കെ, പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. കിങ് ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ക്രിയേറ്റർ നിങ്ങളിലേക്ക് ചില കാര്യങ്ങൾ ഉണ്ടാകുന്നു, നിങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. എന്താണ് നിങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നത്? ഓക്കെ, പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. എന്താണ് നിങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നത്? നിങ്ങൾ വിജയം സൃഷ്ടിക്കാൻ പോകുന്നു. പ്രതികൂല സാഹചര്യങ്ങളിൽ നിങ്ങളെ തോൽപ്പിച്ച ചില വ്യക്തികളുണ്ട്. ആ വ്യക്തികളുടെ മുകളിൽ വിജയമാണ് നിങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നത്. ആ വിജയത്തിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങൾ വിജയമാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. ഇത് വിജയിച്ച് വരുന്ന ഒരു വ്യക്തിയാണ്. കണ്ട, വിജയത്തിൻ്റെ സിമ്പിളാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങളെ തകർക്കുവാൻ വേണ്ടി ചില തേർഡ് പാർട്ടി സിറ്റുവേഷൻ, പ്രതികൂല സാഹചര്യങ്ങൾ നിങ്ങളെ മാനസികമായി തകർത്തു. നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി സ്ഥലത്ത് പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാക്കി, നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാക്കി, നിങ്ങളെ മാനസികമായി തകർത്ത അതിന് മുകളിൽ വിജയമാണ് വന്നു ചേരാൻ പോകുന്നത്. അപ്പം നിങ്ങളിവിടെ എന്താണ് സൃഷ്ടിക്കാൻ പോകുന്നത്? നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ സന്തോഷത്തെ സൃഷ്ടിക്കാൻ പോകുന്നു, വിജയത്തെ സൃഷ്ടിക്കാൻ പോകുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെ വന്നിരിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്. അടുത്തത് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ സാധ്യമാകുന്നുണ്ട് എന്നുള്ളതാണ്. അസാധ്യമെന്ന് വിചാരിച്ചതെല്ലാം നിങ്ങളിൽ സാധ്യമാകുന്നുണ്ട്. എന്താണ് നിങ്ങൾക്ക് പോസിബിൾ ആവാൻ പോകുന്നത്? താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങൾക്ക് എല്ലാം പോസിബിൾ ആവാൻ പോകുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. എല്ലാം പോസിബിൾ ആവാൻ പോകുന്നു. എന്തൊക്കെയാണ്? നിങ്ങളുടെ ഇമോഷൻ നിങ്ങൾക്ക് പോസിബിൾ ആവാൻ പോകുന്നു. നിങ്ങൾക്കത് ബാലൻസിങ്ങിൽ വരാൻ പോകുന്നു. നിങ്ങളുടെ ചിറകുകൾ, നിങ്ങളുടെ കഴിവുകൾ എന്താണോ, ഉയരത്തിൽ പറക്കുക എന്നുള്ള കഴിവുകൾ, അത് നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടാണ്. അപ്പം നിങ്ങളുടെ കഴിവുകൾ ഇനിയും വികസിക്കാൻ പോകുന്നു. നിങ്ങൾ ഉയരത്തിലേക്ക് പറക്കാൻ പോകുന്നു എന്നുള്ള ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ ഒരു യാത്രയാണ് കാണുന്നത്. യാത്ര എന്ന് പറയുമ്പോഴത്തേക്ക് വിദേശത്തേക്ക് യാത്രയ്ക്കായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വിദ്യാഭ്യാസപരമായ ഉയർച്ചയിലേക്കായിരിക്കാം. നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ഏത് സ്ഥാനത്താണോ അതിൽ നിന്നും നിങ്ങൾ ഉയരത്തിലേക്ക് പോകുന്നു. ഉയരങ്ങളിലേക്ക് ചിന്തിക്കാം. ഉയരങ്ങളിലേക്ക് ചിന്തിച്ചാൽ മാത്രമേ നമ്മുടെ ലക്ഷ്യം നമുക്ക് അത്രത്തോളം ചെന്നെത്താൻ പറ്റുകയുള്ളൂ എന്നുള്ള ഒരു എനർജിയാണ്. ഉദയങ്ങളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നത്. നിങ്ങൾക്ക് അടഞ്ഞിരുന്ന പല വഴികളും, നിങ്ങളുടെ വഴികൾ മുഴുവനും പല പ്രശ്നങ്ങളായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് കടന്നു പോകാൻ വയ്യാത്ത രീതിയിൽ പല പ്രശ്നങ്ങളായിരുന്നു. എന്നാൽ യൂണിവേഴ്സ് നിങ്ങൾക്കിവിടെ വഴി ഒരുക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ്. ഇവിടെ സണ്ണ് വന്നിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ ഓഫർ വരുന്നു. അത് റിലേഷൻഷിപ്പുമായിട്ടുള്ള ഓഫറായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള ഓഫറാണ്. വിസ നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട്. നിങ്ങൾ പറക്കുവാൻ സമയമായിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് അസാധ്യമായിരിക്കുന്ന പല കാര്യങ്ങളും ഇവിടെ സാധ്യമായി തീരുന്നു. നിങ്ങൾക്കിവിടെ സണ്ണ് ഉദിച്ചിരിക്കുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെ വന്നിരിക്കുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. അടുത്തത് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് 5 ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് കഴിയില്ല എന്ന് വിചാരിച്ചിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാനസികമായി നിങ്ങൾ കോൺഫ്ലിക്റ്റിലായിരുന്ന ചില കാര്യങ്ങൾ ലക്ഷ്യങ്ങളിലേക്ക് ചെന്നെത്താൻ പോകുന്നു. 1 മാസത്തിനുള്ളിൽ നിങ്ങൾ ലക്ഷ്യങ്ങളിലേക്ക്
ചെന്നെത്താൻ പോകുന്നു. ജസ്റ്റിസ് ചില കാര്യങ്ങളിൽ, ചില തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അല്ലെങ്കിൽ കൊടുക്കൽ വാങ്ങലുകളിൽ നിങ്ങൾക്ക് ഇവിടെ വീണ്ടും ജസ്റ്റിസ് വന്നിരിക്കുന്നു. ചില നിയമപരമായിട്ടുള്ള ചില കാര്യങ്ങളിൽ നിങ്ങൾ തോറ്റു പോകുമോ എന്നുള്ള ഭയത്തിൽ നിങ്ങൾ നിൽക്കുന്നു. നിങ്ങൾക്ക് ജയം ലഭിക്കുമോ, ഈ ഒരു വ്യക്തിയുടെ കയ്യിലേക്ക് നിങ്ങൾക്ക് പിടി കിട്ടുമോ, അതോ നിങ്ങൾ താഴെ വീണു പോകുമോ എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുന്ന ചില വ്യക്തികളുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ കോൺഫ്ലിക്റ്റ് വേണ്ട, നിങ്ങളുടെ മാനസികമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും നിങ്ങൾ നേരിടേണ്ട, നിങ്ങൾക്ക് ലഭിക്കും, വിജയം നിങ്ങളിലേക്ക് തന്നെ ലഭിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ലഭിക്കേണ്ട സാമ്പത്തികം നിങ്ങളിലേക്ക് ലഭിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കിട്ടേണ്ട നീതി നിങ്ങളിലേക്ക് കിട്ടുന്നുണ്ട്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുന്നുണ്ട്, നിങ്ങൾക്ക് നീതി ലഭിക്കുന്നുണ്ട്. യൂണിവേഴ്സിൻ്റെ ഭാഗത്ത് നിന്നുള്ള നീതിയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല എങ്കിൽ, നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നീതിയും ഉറപ്പാക്കും എന്നുള്ള എനർജിയാണ്. നിങ്ങൾ സാഹചര്യത്തിലേക്ക് നോക്കരുത്. ഒരു സർഗസ് കൂടാരത്തിലെ ഒരു വ്യക്തി അവൻ സാഹചര്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ താഴെ വീണു പോകും. എന്നാൽ അവൻ്റെ ലക്ഷ്യങ്ങളിലേക്ക് മാത്രം നോക്കിയെങ്കിൽ മാത്രമേ ആ കയ്യിലേക്ക് അവർക്ക് പിടികിട്ടുകയുള്ളൂ. യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ലക്ഷ്യങ്ങളിലേക്ക് നോക്കുക, നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും, നിങ്ങൾക്ക് ജസ്റ്റിസ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ള ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം. യൂണിവേഴ്സായിട്ട് ഇവിടെ തന്നിരിക്കുന്ന ഒരു കാർഡ്സാണ് ഹീലിങ്സ്. ഹീലിംഗ് എന്ന് പറയുന്നത് എൻ്റെ വ്യൂവേഴ്സിൻ്റെ ഹൃദയത്തെ ഹീല് ചെയ്യുക. ഓക്കെ, ഹൃദയത്തിലെ ഭാരങ്ങളെ ഇറക്കി വയ്ക്കുക എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ഹീലിങ്ങിൻ്റെ കാർഡ് തന്നെയാണ് വീണ്ടും വന്നത്. യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങൾക്ക് താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്. ഇവിടെ കാണുന്നത് ഞാൻ ഹീലിംഗ്, യൂണിവേഴ്സ് പറഞ്ഞു ഹീലിങ്ങിൻ്റെ കാർഡ് തന്നു, അതേ ഹീലിംഗ് തന്നെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളെ തന്നെ ഓക്കെ, യൂണിവേഴ്സ് ഇവിടെ നിങ്ങൾക്ക് ഹീലിംഗ് ആണ് നൽകുന്നത്. ഓക്കെ, മാനസികമായിട്ട് നിങ്ങൾ ഹീല് ചെയ്യുക. നിങ്ങളിപ്പോൾ ഏത് സിറ്റുവേഷൻ ആണോ, നിങ്ങളിപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഓക്കെ, ഈ ഒരു സിറ്റുവേഷനെ നിങ്ങൾ ഹീല് ചെയ്യണം, എങ്കിൽ മാത്രമേ യൂണിവേഴ്സിന് പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പം ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരിക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഒരു ലോഡ് നെഗറ്റീവായിരിക്കും. ലോകത്തുള്ള ആൾക്കാർ മൊത്തവും നമ്മളോട് ചെയ്ത കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ ഈ ഒരു സിറ്റുവേഷനിൽ കാണും. ഓക്കെ, ഈ ഒരു ഭാരത്തിൽ നമുക്ക് ഒരു പ്രശ്നമല്ല വന്നു ചേരുന്നത്, ഒന്നിലധികം ടൺ കണക്കിന് പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. ഈ ഒരു സമയത്ത് നമ്മളുടെ മനസ്സ് ഹീലാവാത്തോളത്തോളം കാലം യൂണിവേഴ്സിന് അവിടെ പ്രവർത്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എല്ലാം യൂണിവേഴ്സിലേക്ക് നിങ്ങൾ ഏൽപ്പിച്ച് കൊടുത്തുകൊണ്ട് നിങ്ങൾ ഹീലായി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ റീബർത്ത് ഉണ്ടാകും. എന്താണ് റീബർത്ത് ഉണ്ടാകുന്നത്? നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾക്ക് ഒരു റീബർത്ത് ഉണ്ടാകും, നിങ്ങളുടെ റിലേഷൻഷിപ്പ് കാര്യത്തിലൊരു റീബർത്ത് ഉണ്ടാകും, ജോലി കാര്യത്തിലും ഉണ്ടാകും. എപ്പോഴാണോ ഈ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾ പുറത്തു വരുന്നത്, അപ്പോൾ ഒരു കാര്യം പ്രത്യേകം പറയുന്നു, എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ നിന്നും പുറത്തു വരുന്നത് ആ വ്യക്തികൾക്ക് മാത്രമായിരിക്കും ഈ ഒരു മാസത്തിനുള്ളിൽ ഈ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ഹീലിംഗ് സംഭവിക്കുന്ന വ്യക്തികൾക്കാണ് സംഭവിക്കുന്നത്. നിങ്ങൾ സ്ട്രോങ് ആവേ. നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം, ഇന്നത്തെ ദിവസം ഞാൻ നഷ്ടപ്പെടുത്തുകയില്ല, എൻ്റെ ജീവിതത്തിൽ ഇന്നലെയോ നാളെയോ ഓർത്ത് ഇന്നത്തെ ദിവസത്തെ ഞാൻ നഷ്ടപ്പെടുത്തുകയില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് നമുക്ക് സ്വയം ഹീലാകാം. ഓക്കെ, ഓവറോൾ എനർജി വന്നിരിക്കുന്നത് നിങ്ങൾ വിജയിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. മറ്റൊന്നുമായിട്ട് നിങ്ങളെ തന്നെ താരതമ്യം ചെയ്യാതിരിക്കുക. നമ്മൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങളിൽ അവർക്കത് കിട്ടി എനിക്കിത് കിട്ടി എന്നുള്ള കാര്യത്തിൽ താരതമ്യം ചെയ്യാതിരിക്കുക. യൂണിവേഴ്സിൽ തന്നെ ഏൽപ്പിക്കുക, എനിക്കുള്ളത് എന്നിൽ തന്നെ വന്നു ചേരും. ഓക്കെ, എന്നിൽ ഈ കുറവുണ്ട്, എന്നിൽ ആ കുറവുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഈ കുറവുണ്ടെന്ന് നമ്മൾ ഒന്നുമായിട്ട് താരതമ്യം ചെയ്യേണ്ട കാര്യമില്ല. ഒരിക്കലും ഒരു ചിത്രശലഭവും പരുന്തുമായിട്ട് താരതമ്യം ചെയ്യാറില്ല. ഓക്കെ, അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറ്റൊന്നിനെയും കുറിച്ച് താരതമ്യം ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കുള്ള ജോലി നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക എന്ന് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളോട് പറയുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പതുക്കെയാണെങ്കിലും യൂണിവേഴ്സ് നിങ്ങളെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കും. പതുക്കെ എത്തിക്കുന്നതിന് കാരണം നമ്മളിലുള്ള എന്തെങ്കിലും ഒരു കുറവാണ്. ആ കുറവെന്ന് പറയുന്നത് നമ്മുടെ ക്ഷീണമാണ്, നമ്മുടെ മാനസിക അവസ്ഥയിൽ ഉണ്ടാകുന്ന പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് നിങ്ങളെ ഏറ്റവും ബെറ്റർ, ഈ പാത എത്ര പ്രശ്നമുള്ളതാണെങ്കിൽ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു മഞ്ഞു പാതയാണ്, ആ പാത വഴുതി പോകാം, വീണു പോകാം, എങ്കിൽ പോലും യൂണിവേഴ്സ് നിങ്ങളെ താങ്ങി നടത്തുന്നു. ഓക്കെ, ഇവിടെ ഒരു
സ്റ്റെമ്മിനെ കാണാം. ഓക്കെ, അത് യൂണിവേഴ്സ് നിങ്ങളെ വീണു പോകാതെ വണ്ണം നിങ്ങളെ താങ്ങി നടത്തുന്നു എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മാനസിക ധൈര്യത്തെ ഹീലിംഗ് കൊണ്ടുവരിക, നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ഹീലാക്കുക. ഹാർട്ട് ചക്ര ഹീലിംഗ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. മാനസികമായിട്ട് നിങ്ങൾ എടുക്കുന്നതായിട്ടുള്ള ആ ഒരു പ്രയാസത്തിൽ നിന്ന് നിങ്ങൾ പുറത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ യൂണിവേഴ്സ് മുന്നോട്ട് നയിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഒരു സ്റ്റാറിനെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ ഒരു പ്രകാശത്തിൻ്റെ അകത്തൊരു സ്റ്റാറാണ്. സ്റ്റാർ എന്ന് പറയുമ്പോഴത്തേക്ക് യൂണിവേഴ്സിൻ്റെ വഴി നിങ്ങൾക്ക് കാണിച്ചു തരുന്നു എന്നുള്ളതാണ്. ഓക്കെ, വഴികാട്ടിയാണ് ഈ കാണുന്നത്. അപ്പം യൂണിവേഴ്സ് തന്നെ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകും. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് യൂണിവേഴ്സ്. ഓക്കെ, ഈ ലവേഴ്സിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തളർന്നു പോകാതെ വീണു പോകാതെ യൂണിവേഴ്സ് നിങ്ങളെ കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ്. ദൂതന്മാരെ നിങ്ങൾക്ക് എപ്പോഴും, നിങ്ങൾക്ക് തലയ്ക്ക് മുകളിൽ എപ്പോഴും ദൂതന്മാരുണ്ട്. ഓക്കെ, നിങ്ങളെന്താണോ പറയുന്നത്, നിങ്ങളെന്താണോ പ്രവർത്തിക്കുന്നത്, അത് ആ സമയത്ത് ആമേൻ പറയും, അല്ലെങ്കിൽ തഥാസ്തു പറയും. തഥാസ്തു പറയുന്നതിന് വേണ്ടി ദൂതന്മാരെ നിർത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ വായിൽ നിന്ന് പുറപ്പെട്ട് വരുന്നത് നെഗറ്റീവ് ആണെങ്കിൽ അത് തന്നെ തഥാസ്തു ആകും. ഓക്കെ, ആമേൻ ആകും. അതുകൊണ്ട് നമ്മൾ എന്താണോ നമ്മുടെ വായിൽ നിന്ന് പുറത്ത് വരുന്നത് അത് നമ്മൾ സൂക്ഷിക്കുക. അതാണ് ഇവിടെ പറയുന്നത്, സൂക്ഷിച്ച് മുന്നോട്ട് പോകുക. നമ്മുടെ വായിലെ വാക്കുകളും എല്ലാം സൂക്ഷ്മതയോടുകൂടി മുന്നോട്ട് പോകുക. നമ്മൾ വഴുതി വീഴരുത്. ഓക്കെ, നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന നെഗറ്റീവ് വാക്കുകൾ കൊണ്ട് നമ്മുടെ അനുഗ്രഹത്തെ നമ്മൾ തള്ളിക്കളയരുത്, ഇത് പൊട്ടിച്ച് കളയരുത് എന്നുള്ളതാണ്. ഓക്കെ, അതുകൊണ്ട് നമ്മളുടെ വാക്കുകളെ നമുക്ക് സൂക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു മാസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്ന അനുഗ്രഹങ്ങൾ. നമുക്ക് യൂണിവേഴ്സിൽ നിന്നുള്ള ഒരു മെസ്സേജ് കൂടി എടുക്കാം. ഈ റീഡിംഗ് എന്ന് പറയുന്നത് ഒരു വിത്താണ്. ആ വിത്ത് യൂണിവേഴ്സ് നിങ്ങളുടെ ഉള്ളിൽ തരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സ് എന്ന് പറയുന്ന ആ കാര്യം, ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള വ്യക്തിയുടെ മനസ്സ് എന്ന് പറയുന്നത് ഒരു നിലമാണ്. ആ നിലത്ത് ഈ വചനങ്ങൾ, ഈ തരുന്ന മെസ്സേജുകൾ നമ്മൾ അതിലേക്ക് ഇടുന്നു. പക്ഷേ ചില സ്ഥലങ്ങളിൽ മാത്രം അത് കിളിർക്കുന്നു, ചില സ്ഥലങ്ങളിൽ കിളിർക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളുടെ മണ്ണിൽ, മനസ്സാകുന്ന നമ്മുടെ മണ്ണിൽ വല്ല എൻഡോസൾഫാനും ഉണ്ടോ, നമ്മുടെ വിശ്വാസത്തെ ഇതിനെ തകർത്ത് കളയുന്ന രീതിയിൽ ഏതെങ്കിലും വന്ന് അതിനെ കൊത്തിപ്പറക്കി തിന്നുന്നുണ്ടോ, ഏതെങ്കിലും നെഗറ്റീവ് എനർജി വന്ന് അതിനെ കൊത്തിപ്പറക്കി തിന്ന് നമ്മുടെ ഗ്രോത്തിനെ നഷ്ടപ്പെടുത്തുന്നുവെന്ന് നമ്മൾ സ്വയം ചിന്തിക്കണം. എന്തുകൊണ്ടാണ് നമുക്ക് ഈ കിട്ടുന്ന പോസിറ്റീവ് എനർജി എന്നിൽ വളരാത്തത് എന്ന് ചിന്തിക്കുക. ഓക്കെ, അപ്പോൾ സ്വയം ഒന്ന് ചിന്തിക്കാനും കൂടിയുള്ള ഒരു അവസരമായിട്ട് നമുക്കിത് ഉപയോഗപ്പെടുത്താം. ഓക്കെ, നമുക്ക് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, എൻ്റെ വ്യൂസിന് വേണ്ടിയിട്ട്, എൻ്റെ വ്യൂസിൻ്റെ എനർജിക്ക് വേണ്ടിയിട്ട്, സ്ട്രെങ്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്, ഇപ്പോഴുള്ള സിറ്റുവേഷനെ ബേസ് ചെയ്ത് മെസ്സേജ് എന്താണ്, ഒരു മാസത്തിനുള്ളിൽ എൻ്റെ വ്യൂസിന് വരുന്ന അനുഗ്രഹം എന്താണ്, യൂണിവേഴ്സിൻ്റെ അതിശക്തമേറിയ എനർജിയിൽ നിന്നും വരുന്ന മെസ്സേജ് എന്താണ്. നിങ്ങൾ ഏത് സിറ്റുവേഷനിലാണോ ആ സിറ്റുവേഷനിൽ നിന്നും നിങ്ങളെ പുറത്തു കൊണ്ടുവരും. ഇപ്പോൾ നിങ്ങൾ സാമ്പത്തികമായും റിലേഷൻ സംബന്ധമായിട്ടും നിങ്ങൾ ഒരു ചിലന്തി വലയ്ക്കുള്ളിൽ പെട്ടിരിക്കുകയാണ്. രക്ഷപ്പെടാൻ പറ്റുന്നില്ല. എങ്ങനെ ഞാൻ രക്ഷപ്പെടും, എന്നെ ഈ ഒരു കടബാധ്യത എന്നെ തിന്നുകളയും, ഈ റിലേഷൻഷിപ്പിലുള്ള ഈ ഒരു തേർഡ് പാർട്ടി എൻ്റെ ജീവിതത്തെ തിന്നുകളയും, എൻ്റെ ജോലി ഈ തേർഡ് പാർട്ടി എന്നെ തിന്നുകളയും, എൻ്റെ ഈ അവസ്ഥ എന്താണ് എന്നെ നശിപ്പിച്ച് കളയും എന്നുള്ള ഭയത്തിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്കതിന്മേൽ നിങ്ങൾക്കൊരു ശക്തി കൊണ്ടുവരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, നിങ്ങൾക്കൊരു രൂപാന്തരണം വരും. ഓക്കെ, ഈ നിൽക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾക്കൊരു മാറ്റമാണ് വരുന്നത്. കാരണം നിങ്ങളെ താങ്ങി നിർത്തുന്നത് യൂണിവേഴ്സാണ്. ഈ ഒരു മരം എന്ന് പറയുന്നത് യൂണിവേഴ്സ് നിങ്ങളെ താങ്ങി നിർത്തും. നിങ്ങൾ വീണു പോകാതെ വണ്ണം, നിങ്ങൾ ഏത് അവസ്ഥയിലാണെങ്കിലും ശരി തന്നെ നിങ്ങളെ താങ്ങി നിങ്ങൾക്ക് തണലായി നിർത്തും എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, എൻ്റെ വ്യൂസിന് ഒരു മാസത്തിനുള്ളിൽ ലഭിക്കുന്ന നന്മ എന്താണ്, എന്ത് നന്മയാണ് ഒരു മാസത്തിനുള്ളിൽ ലഭിക്കുന്ന യൂണിവേഴ്സിൻ്റെ എനർജിയിൽ ചോദിക്കുന്നു. അനുഗ്രഹം, യൂണിവേഴ്സിൻ്റെ സ്നേഹമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. യൂണിവേഴ്സിൻ്റെ ഗ്രോത്താണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഫ്ലവർ ആകുകയാണ്. യൂണിവേഴ്സിൻ്റെ ശക്തി നിങ്ങളിലേക്ക് വന്നു ചേരുക, ആ പ്രകാശം നിങ്ങളിലേക്ക് വന്നു ചേരുകയാണ്. പിന്നെ നിങ്ങൾക്ക് എന്തിനാണ് പ്രശ്നം? ഇവിടെ നോക്കിയാൽ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളിപ്പോൾ മനസ്സിൽ ദുഃഖിക്കുന്നതായിട്ടുള്ള പല പ്രശ്നങ്ങളും, ഇപ്പോൾ തീരെ തല്ലിക്കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളും ഇവിടെ ശാന്തമാകുകയാണ്. നിങ്ങൾക്ക് സമാധാനം ലഭിക്കുകയാണ്.
ഓക്കെ, നിങ്ങൾക്ക് പ്രകാശം, നിങ്ങൾ അന്ധകാരത്തിലായിരുന്നു എങ്കിൽ പ്രകാശം വരികയാണ്. നിങ്ങളിൽ ഇത്രയും കാർമേഘം കൊണ്ട് നിങ്ങളെ പൊതിഞ്ഞിരുന്നു എങ്കിൽ ഇവിടെ മഴവില്ല് കാണാം. ഓക്കെ, നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് യൂണിവേഴ്സ്, ഒരിക്കലും തകർന്നു പോകരുത്. പക്ഷെ ചെയ്യേണ്ടതൊന്നും മാത്രം, നിങ്ങളുടെ കർമ്മ പൂർത്തിയാക്കുക. നിങ്ങളെ തന്നെ സ്നേഹിക്കുക. നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി നിങ്ങളുടെ സ്നേഹത്തെ നിങ്ങളിലുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ പറ്റും. നമ്മളിൽ ഒരു ശൂന്യമായ കുടത്തിനൊരിക്കലും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ പറ്റില്ല. സ്വന്തമായിട്ടുള്ളൊരു നിറവുള്ള വ്യക്തികൾക്ക്, എൻ്റെ കയ്യിലിരിക്കുന്ന ബൗള് നിറഞ്ഞിരുന്നെങ്കിൽ മാത്രമേ എനിക്ക് മറ്റൊരാൾക്ക് കൊടുക്കാൻ കഴിയൂ. ഞാൻ എന്നെ സ്നേഹിക്കാതെ ഞാൻ മറ്റൊരാളെ സ്നേഹിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് മറ്റൊരാളിനെ സ്നേഹിക്കണമെങ്കിൽ സെൽഫ് ലവ് വേണം. സെൽഫ് ലവ് ഇല്ലാത്ത ഒരു വ്യക്തികൾക്കും മറ്റൊരാളിനെ സ്നേഹിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്വയം സ്നേഹിക്കണം. ഓക്കെ, യൂണിവേഴ്സ് നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ സ്വയം സ്നേഹിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ദൈവ ചൈതന്യത്തെ സ്നേഹിക്കുക. നമ്മുടെ ഉള്ളിലുള്ള ദൈവികമായിട്ടുള്ള ഉണ്ട്, ആ ഒരു സ്പിരിച്വൽ എല്ലാ വ്യക്തികളിലും ഉണ്ട്. അപ്പോൾ ആ ഒരു വ്യക്തി അവനെ സ്വയം സ്നേഹിക്കുമ്പോൾ ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്, യൂണിവേഴ്സിനെ നമ്മൾ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സ്നേഹിക്കുക, സ്വയം സ്നേഹിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചിലന്തി വലയിൽ നിന്നും നിങ്ങൾ പുറത്തിറങ്ങും എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അന്ധകാരത്തിലായിരിക്കുന്നത് മുഴുവനും സൂര്യപ്രഭ കൊണ്ട് പുറമേ വരും എന്നുള്ളതാണ്. അപ്പം ഇതാണ് റീഡിങ്. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലസ് യു.